Hi friends, welcome back to the new episode of Comic MOJO. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സീക്രട്ട് എംപയർ സ്റ്റോറി ലൈൻ കിക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാനൊരു ട്രെയിലറൊക്കെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. വളരെ നല്ല അഭിപ്രായങ്ങളാണ് ആ ട്രെയിലറിന് ലഭിച്ചിരുന്നത്. വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണിത്. കൂടാതെ ഞാൻ ഈ ഒരു സ്റ്റോറി ലൈനിന് രാവണാസുര എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം പുരാണങ്ങളിൽ രാവണൻ ഒരു വില്ലൻ കഥാപാത്രമാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ മറ്റൊരു വശം വളരെ നന്മ നിറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കോമിക് സീരീസിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ പ്രവർത്തികളും. ക്യാപ്റ്റൻ അമേരിക്ക നല്ലയാളാണോ ചീത്തയാളാണോ എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഈ ഒരു കോമിക് സീരീസിന് ഈ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തൊരു പേര് നൽകിയിരിക്കുന്നത്. ഈ ഒരു പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സീക്രട്ട് എംപയർ കോമിക് സീരീസിന്റെ ഇഷ്യൂ 0 അല്ല നോക്കാൻ പോകുന്നത്. ഇതൊരു പ്രീലോഡ്, അതായത് സീക്രട്ട് എംപയർ കോമിക് സീരീസ് ഇറങ്ങുന്നതിന് മുമ്പായി ഈ ഒരു കോമിക് സീരീസിന് അടിത്തറവാക്കിക്കൊണ്ട് ഏകദേശം ഒരു 20-25 കോമിക്കുകളിലായി പല ഇഷ്യൂസിൽ പല ബാക്ക് സ്റ്റോറികളും ഇറങ്ങിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് സിവിൽ വാർ 2. അപ്പോൾ സിവിൽ വാർ 2 കോമിക് സീരീസ് കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രൈബർ ചാനൽ ഒന്ന് സന്ദർശിക്കുക. പുള്ളി സിവിൽ വാർ 2 കുറിച്ച് ഒരു കോമിക്കൽ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ബാക്ക് ടു ദി വീഡിയോ. ഈ കോമിക്കൽ ലിങ്കുകളെല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഇഷ്യൂ, അതായത് ആക്ച്വൽ കോമിക് സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രീലോഡിൽ ക്യാപ്റ്റൻ അമേരിക്കനെ പ്രധാനമായി ഫോക്കസ് ചെയ്ത് ക്യാപ്റ്റൻ അമേരിക്ക എങ്ങനെയാണ് ഒരു ഹൈഡ്ര ഏജന്റായി മാറിയത് എന്ന് നിങ്ങൾക്ക് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയ്ക്കും അടുത്ത ദിവസം മുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സീക്രട്ട് എംപയർ കോമിക് സീരീസും ഡയറക്റ്റ് ആയി തന്നെ ലിങ്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അമേരിക്കനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മൊത്തം ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ എത്ര പേർ സീക്രട്ട് എംപയർ കോമിക് സീരീസ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ഫോളോ ചെയ്തിരിക്കുന്നവർ ദയവ് സ്പോയിൽ ചെയ്യാതിരിക്കുക, ഫോളോ ചെയ്യാത്തവർ എൻജോയ് ചെയ്യുക. ദെൻ ലെറ്റ് സ്റ്റാർട്ട്. ഈ ഒരു കഥ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ഒരു കാലഘട്ടത്തിൽ റെഡ് സ്കൾ കോസ്മിക് ക്യൂബ് യൂസ് ചെയ്തുകൊണ്ട് തനിക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളെയും ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ക്യാപ്റ്റൻ അമേരിക്ക അവിടെ വരികയും റെഡ് സ്കളിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. റെഡ് സ്കൾ ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്കെതിരായി കോസ്മിക് ക്യൂബ് ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഈ ഒരു കോസ്മിക് ക്യൂബ് ഉണ്ടെങ്കിൽ അല്ലേ നീ എന്നെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോസ്മിക് ക്യൂബിനെ തന്റെ ഷീൽഡ് ഉപയോഗിച്ച് നശിപ്പിക്കുന്നു. കോസ്മിക് ക്യൂബ് ഉടഞ്ഞു കിടക്കുന്ന കാണുന്ന റെഡ് സ്കൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ഉടഞ്ഞുപോയ പല പീസുകളെല്ലാം ചേർത്ത് വെച്ച് ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡിന്റെ കൊടുക്കുകയും ചെയ്യുന്നു. ഉടഞ്ഞുപോയ ഭാഗങ്ങൾ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാൻ തുടർന്ന് നടക്കുന്ന പരീക്ഷണത്തിൽ കോസ്മിക് ക്യൂബ് ഒന്നായി റിയാക്ട് ചെയ്യുകയും തുടർന്ന് ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടായി അവിടെ പരീക്ഷണത്തിലുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സ് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇത് കാണുന്ന മരിയ ഹില്ലിന് വളരെ ഷോക്ക് ആവുകയും എറിക് സെൽവിക്കിനെ വിളിച്ച് ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാനായി മുന്നോട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. തുടർന്ന് എറിക് സെൽവിക് മുന്നോട്ട് വന്ന് പരീക്ഷണത്തിന് അടിസ്ഥാനമായുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് റിയാക്ട് ആയ എല്ലാ കോസ്മിക് ക്യൂബ് ഫ്രാഗ്മെന്റ്സും കൂടി ചേർന്ന് ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ, ലൈക്ക് സിൽവർ സഫറിനെ പോലെ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ഒന്നായി മെർജായി വരുന്നു. തുടർന്ന് ആ പെൺകുട്ടി ഒരു മനുഷ്യ രൂപത്തിലേക്ക് മാറുന്നു. ആ പെൺകുട്ടിയാണ് കോബിക്. ചുരുക്കം പറഞ്ഞാൽ കോസ്മിക് ക്യൂബിന്റെ ഒരു സെന്റിയൽ രൂപമാണ് കോബിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയേറെ സൂപ്പർ നാച്ചുറൽ പവറോട് ജനിച്ച കോബിക് ആദ്യം തന്നെ റെഡ് സ്കളിനെ കാണാനാണ് പോയത്. കാരണം റെഡ് സ്കൾ കോസ്മിക് ക്യൂബ് ഉപയോഗിച്ച് ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ കോബിക്ക് വിചാരിച്ചിരിക്കുന്നത് റെഡ് സ്കളിലാണ് കോബിക്കിന്റെ അച്ഛൻ അല്ലെങ്കിൽ തന്റെ കെയർ ടേക്കർ എന്നാണ്. റെഡ് സ്കളിന്റെ രഹസ്യ സങ്കേതത്തിൽ കോബിക്കിനെ കണ്ട റെഡ് സ്കൾ ഇവൻ തന്നെ പിടിക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞ് തന്റെ കൂട്ടാളികളെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നു. പക്ഷേ കോബിക്കിന്റെ ദേഹത്ത് ഒരു ബുള്ളറ്റ് പോലും കൊള്ളുന്നില്ല. തുടർന്ന് റെഡ് സ്കളിന്റെ മകൾ മുന്നിൽ വന്ന് ഞാൻ ഇവളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും കോബിക്ക് തന്റെ പവർ കാണിച്ചുകൊണ്ട് റെഡ് സ്കളിന്റെ മകളെ പഴയ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു, അതായത് മനുഷ്യ രൂപത്തിലേക്ക്. ഇത് കാണുന്ന റെഡ് സ്കൾ വളരെയേറെ ഷോക്ക് ആവുന്നു. തുടർന്ന് കോബിക്ക് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വന്നത്, ഞാനും നീയും ഒരുപാട് കാലം ഒരുപാട് വിഷൻസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ റെഡ് സ്കളിന് ഒരു ഡൗട്ട് വന്നു, ഇത് വേണമെങ്കിൽ നമ്മുടെ കോസ്മിക് ക്യൂബ് തന്നെ രൂപം മാറി വന്നതാണോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ റെഡ് സ്കൾ കോബിക്കിന്റെ ഒരു കെയർ ടേക്കറായി കഴിയുകയും തുടർന്ന് ഷീൽഡിനുള്ളിൽ തന്റെ ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് തന്നെ കോബിക്കിനെ ഷീൽഡിനുള്ളിൽ തന്റെ ചാര പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്യുന്നു. അതായത് റെഡ് സ്കൾ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു കോസ്മിക് ബീയിങ്ങിനെ തന്റെ ചാര പ്രവർത്തനങ്ങൾക്കായി ഷീൽഡിനുള്ളിൽ അയക്കുന്നു. ഷീൽഡിലെത്തിയ കോബിക്
എറിക് സെൽവിക്കുമായി വളരെ നല്ല ബന്ധത്തിലാവുകയും തുടർന്ന് കോബിക്ക് അവിടെ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. എറിക് സെൽവിക്കിനോടും കൂടാതെ ഷീൽഡിലെ മറ്റു പ്രവർത്തകരോടും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി കോബിക്ക് റെഡ് സ്കളിനടുത്ത് എത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് എറിക് സെൽവിക്ക് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ റെഡ് സ്കൾ വളരെ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നു. തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് റെഡ് സ്കൾ ചോദിക്കുമ്പോൾ ഞാനെല്ലാം മാറ്റി എഴുതി എന്ന് കോബിക്ക് മറുപടി പറയുന്നു. അപ്പോൾ എറിക് സെൽവിക്ക് അവിടേക്ക് വരികയും തുടർന്ന് ഹെയിൽ ഹൈഡ്ര എന്ന് പറയുകയും റെഡ് സ്കളിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ചെയ്യുന്നു. ഇത് കാണുന്ന റെഡ് സ്കൾ വളരെയേറെ ഷോക്ക് ആവുകയും എറിക് സെൽവിക്ക് എന്തുകൊണ്ടാണ് ഹെയിൽ ഹൈഡ്ര എന്ന് പറഞ്ഞതെന്നും തന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് എറിക് സെൽവിക്കിന്റെ മൈൻഡ് റീഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാണ് റെഡ് സ്കളിന് പോലും ഷോക്ക് ആവുന്നത്. ഇത്രയും കാലം ഈ ജീവിതകാലം മൊത്തം തന്നെയും എറിക് സെൽവിക്ക് ഒരു ഹൈഡ്ര ഏജന്റ് ആയിട്ടാണ് ജീവിച്ചത്. അതായത് എറിക് സെൽവിക്കിന്റെ ഫുൾ ടൈം ലൈനും കോബിക്ക് മാറ്റി എഴുതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് കാണുന്ന റെഡ് സ്കൾ, ഓ മൈ ഗോഡ്, ഇവൾക്ക് ഇതിന് മാത്രം ശക്തി ഉണ്ടായിരുന്നോ? ഇവൾക്ക് ഇത്രയും ശക്തി ഉണ്ടായിരുന്നെന്ന് എനിക്ക് വിശ്വസിക്കാനും സാധിക്കുന്നില്ല. ഒറ്റയടിക്ക് ഇത്രയും പേര് ഇവൾ ഹൈഡ്ര ഏജൻസ് ആക്കി മാറ്റി. ഇതുകൊണ്ട് തന്നെ ഞാൻ ഈ ലോകം കീഴടക്കും. പ്രധാനമായി ഒരാളെ ഹൈഡ്ര ഏജന്റ് ആക്കി മാറ്റി. ആ ഒരാൾ മറ്റാരുമല്ല, ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കോബിക്കിന് തന്റെ പവർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഓട്ടോമാറ്റിക്കലി അവൾ പോലും അറിയാതെയാണ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അമേരിക്കനെയും കൂടെയുള്ള മറ്റ് അവഞ്ചേഴ്സിനെയും ഹൈഡ്ര ഏജൻസ് ആക്കി മാറ്റാനായിട്ട് റെഡ് സ്കളിലും ബാക്കിയുള്ള ഹൈഡ്ര ഏജൻസുകളും ചേർന്ന് വളരെ വലിയൊരു പ്ലാൻ തയ്യാറാക്കുകയും ഈ ഒരു പ്ലാനെ തുടർന്ന് ബാരൻ സീമോയുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു വില്ലൻ ടീമിനെ അവഞ്ചേഴ്സിനെതിരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വിടുകയും ചെയ്യുന്നു. ഈ ഫൈറ്റിനിടയിലേക്ക് കോബിക്കിനെ കൊണ്ടുവരികയും ഇതിൽ കോബിക്കിന് വളരെ വലിയ ആപത്തുണ്ടാകും എന്ന് അവഞ്ചേഴ്സിനെയും ക്യാപ്റ്റൻ അമേരിക്കയെയും വിശ്വസിപ്പിക്കാനും റെഡ് സ്കളിന് സാധിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ ക്യാപ്റ്റൻ അമേരിക്ക വളരെ വയസ്സായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ അവസാനം കണ്ടതുപോലെ. തുടർന്ന് ഇദ്ദേഹത്തിന് പ്ലാൻ ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അറ്റാക്കിങ്ങിന് ഡയറക്റ്റ് ഫീൽഡിൽ ഇറങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ കോബിക്കിനെ ക്യാപ്റ്റൻ അമേരിക്കയുടെ അടുത്താക്കുകയും തുടർന്ന് ബാക്കിയുള്ള അവഞ്ചേഴ്സ് ഫൈറ്റിന് പോകുമ്പോൾ ക്രോസ് ഓവർബോൺ വരികയും ക്യാപ്റ്റൻ അമേരിക്കനെ ഇടിച്ച് പഞ്ഞിക്കിടുകയും ചെയ്യുന്നു. ഏകദേശം മരണത്തിന് വക്കിലെത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെയേറെ മാരകമായി മുറിവേൽക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയെ കാണുന്ന കോബിക്ക് നമ്മളെ രക്ഷിക്കാനായിട്ടാണല്ലോ ഇദ്ദേഹം വന്നത്, ഇദ്ദേഹം ഇങ്ങനെ വയസ്സായതുകൊണ്ടാണല്ലോ ഇങ്ങനെയെല്ലാം അടി വാങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പവർ താൻ പോലും അറിയാതെ ഉപയോഗിക്കുകയും പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്ക യങ് ആയി മാറുകയും ചെയ്യുന്നു. കൂടാതെ ക്യാപ്റ്റൻ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ടൈം ലൈനും ഓൾട്ടർ ആകുകയും ചെയ്യുന്നു. ഈ ഓൾട്ടർ ആകുന്ന ടൈം ലൈനിന്റെ കഥ അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാം. ദെൻ ബാക്ക് ടു ദ സ്റ്റോറി. തുടർന്ന് ക്രോസ് ബോണെ അടിച്ചിരുന്ന ക്യാപ്റ്റൻ അമേരിക്ക ബാരൻ സീമോയുമായിട്ടുള്ള ഫൈറ്റിൽ പിന്നീട് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുകയും ആ സമയം അപകടം മണത്തുകൊണ്ട് ബാരൻ സീമോ എറിക് സെൽവിക്കിനെ കടത്തിക്കൊണ്ട് ഒരു പ്ലെയിനിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ആ ഒരു പ്ലെയിനിലേക്ക് ഇടിച്ചു കയറുകയും ബാരൻ സീമോനെ ഇടിച്ച് താഴെ ഇടുകയും ചെയ്തു. ബാരൻ സീമോ പെട്ടെന്ന് തന്നെ വിമാനത്തിന്റെ താഴെയുള്ള വാതിൽ ഓപ്പൺ ആവുകയും ക്യാപ്റ്റൻ അമേരിക്ക താഴേക്ക് വീഴാനായിട്ട് പോകുമ്പോൾ ജാക്കോ ലാൻഡൻ എന്ന് പറയുന്ന മറ്റൊരു സൂപ്പർ ഹീറോ ഈ സമയം ക്യാപ്റ്റൻ അമേരിക്കനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കൂടാതെ അത് സീമോയെ പിടിക്കാൻ ഇതല്ലാതെ മറ്റൊരു അവസരം ഇനി ലഭിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാക്ക് ലാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ വിമാനത്തിനുള്ളിലേക്ക് ചാടി കയറുകയും തുടർന്ന് സീമോയിനെ അതേ ഡോറിന്റെ അകത്തൂടെ തന്നെ തള്ളി താഴെ ഇടുകയും ചെയ്യുന്നു. പിന്നീട് ക്യാപ്റ്റൻ അമേരിക്കനെ പിടിച്ച് അകത്ത് കയറ്റിയതിനു ശേഷം ഈ ഒരു വിമാനം താഴ്ത്താൻ ആർക്കെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചിരിക്കുകയും ക്യാപ്റ്റൻ അമേരിക്ക, നീ തെറ്റ് ചെയ്തല്ലോടാ മോനെ, സത്യത്തിൽ നീ ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷേ എൻ്റെ കണ്ണിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ജാക്ക് ലാൻഡനെ ഒറ്റ ചവിട്ടിനെ തള്ളി താഴെ ഇടുന്നു. എന്തിനാണ് താൻ മരിക്കാൻ പോകുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെയായിരുന്നു ജാക്ക് ലാൻഡിന്റെ മരണം. തുടർന്ന് എറിക് സെൽവിക്കിനടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നു, ഹെയിൽ ഹൈഡ്ര. ഇത് കേൾക്കുമ്പോൾ എറിക് സെൽവിക്കിനും വളരെ ഷോക്ക് ആവുന്നു. എറിക് സെൽവിക്കിന് മാത്രമല്ല, ഈ ഒരു കോമിക് സീരീസ് ഫോളോ ചെയ്തിരുന്ന എല്ലാ കോമിക് പ്രേമികൾക്കും ഇതൊരു വളരെ വലിയൊരു ഷോക്കാണ്. എങ്ങനെയാണ് ക്യാപ്റ്റൻ അമേരിക്ക ഹൈഡ്ര ഏജന്റായി മാറിയത് എന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, നേരത്തെ തന്നെ ക്രോസ് ബോണുമായിട്ട് നടക്കുന്ന ഫൈറ്റിനിടയ്ക്ക് ക്യാപ്റ്റൻ അമേരിക്ക മരണത്തിലേക്ക് പോകുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക രക്ഷിക്കാനായിട്ട് കോബിക്ക് തൻ്റെ ഫുൾ ടൈം ലൈൻ തന്നെ ഓൾട്ടർ ചെയ്തു. ആ ഓൾട്ടർ ചെയ്ത ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും കൃത്യമായി മാർവൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കഥ ആരംഭിക്കുന്നത് തന്നെ 1945 തോമസ്, മാർത്ത, സ്റ്റീവ് റോജേഴ്സ് ഇവർ മൂന്നുപേരും വഴിയിലൂടെ നടന്നു വരുമ്പോൾ തോമസിനും മാർത്തയ്ക്കും ഇടയിൽ ഒരു ചെറിയ വഴക്കുണ്ടാകുകയും തുടർന്ന് തോമസ് മാർത്തയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന സ്റ്റീവ് റോജേഴ്സ് വളരെയേറെ വിഷമിച്ചുകൊണ്ട് കരയുന്നതായും കാണിക്കുന്നു. ഈ സമയം
എലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ വരികയും ജോസഫിനെ എടുത്തിട്ടിടിക്കുകയും തുടർന്ന് എലിസ പറയുന്നു, ആണുങ്ങൾ പെണ്ണുങ്ങളെ വളരെ മൃഗീയമായ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്, നിന്നെ എപ്പോഴും എനിക്ക് വന്ന് രക്ഷിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നു. അത് ഹൈഡ്രയുടെ സിമ്പലും ഉണ്ട്, ഹൈഡ്രയുടെ ഇൻവിറ്റേഷൻ കാർഡാണ്. എലിസ യഥാർത്ഥത്തിൽ ഒരു ഹൈഡ്ര ഏജന്റ് ആണ്. ഈ സമയം ഹൈഡ്രയുടെ സുപ്രീം ലീഡർ ആയിരുന്നത് റെഡ് സ്കൾ തന്നെയാണ്. തുടർന്ന് മാർത്തയും സ്റ്റീവും ആ ഒരു മീറ്റിംഗിലേക്ക് വരികയും പിന്നീടുള്ള കാലം ഹൈഡ്ര മെമ്പേഴ്സായി ജീവിക്കുന്നു. സ്റ്റീവിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ തന്റെ അമ്മയുമായി പിരിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ എന്റെ സ്റ്റീവ് റോജസിനെ കാണിക്കുന്നത്. സ്റ്റീവ് റോജസിനെ പിന്നെ വളർത്തുന്നതും തന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എലിസയാണ്. എലിസ എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഒരു ഹൈഡ്ര ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരുന്ന കാലത്തോളം സ്റ്റീവിനെ ഒരു ഹൈഡ്ര ഏജന്റ് ആയിട്ടാണ് വളർത്തിയത്. അതുമാത്രമല്ലാതെ സ്റ്റീവ് റോജേഴ്സിനെ വളരെ പ്രധാനപ്പെട്ട പല മിഷൻസിലും പങ്കെടുപ്പിച്ചിട്ടുമുണ്ട്. സ്റ്റീവ് റോജേഴ്സിന് മുമ്പിൽ റെഡ് സ്കൾ ആണ് ഏറ്റവും വലിയ സുപ്രീം ലീഡർ. അതുകൊണ്ട് തന്നെ സ്റ്റീവ് റോജേഴ്സ് റെഡ് സ്കളിന് വേണ്ടി എന്തും ചെയ്യാവുന്ന ഒരു ക്യാരക്ടറായി മാറുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്കയായി മാറിയത് പോലും ഹൈഡ്രയുടെ ഒരു സീക്രട്ട് മിഷൻ ആയിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്തുകൊണ്ട് ഫൈറ്റ് നടക്കുന്നതിനിടയ്ക്കാണ് കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ള കാര്യം കണക്റ്റ് ആവുകയും ചെയ്യുന്നു. ദെൻ ബാക്ക് ടു ദ വീഡിയോ. എറിക് സെൽവിക്കിന്റെ അടുത്ത് ഹെയിൽ ഹൈഡ്ര എന്ന് പറയുന്ന ക്യാപ്റ്റൻ അമേരിക്കയെ കാണുന്ന എറിക് സെൽവിക് ഞെട്ടിത്തെറിച്ചുകൊണ്ട്, ഓ നിങ്ങളാണോ ആ സുപ്രീം ലീഡർ പറഞ്ഞ ആ ഒരാൾ, ഓ എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു തീരുകയും ക്യാപ്റ്റൻ അമേരിക്ക എറിക് സെൽവിക്കിനെയും എടുത്ത് ജാക്ക് ലാൻഡിനെ പുറത്തിട്ട അതേ ഡോർ വഴി തള്ളി താഴേക്കിടുകയും ചെയ്യുന്നു. ബിക്കോസ് ഇറ്റ്സ് ആൻ ഓർഡർ ഫ്രം ഹൈഡ്ര. കോസ്മിക് ക്യൂബിന്റെ ഐഡന്റിഫിക്കേഷനെ കുറിച്ച് അറിയാവുന്ന ആരെയും ജീവനോടെ വെക്കരുത് എന്ന് ഹൈഡ്രയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ടുണ്ട്. ഈ ഒരു ഉത്തരപ്രകാരം ഒരുപാട് പേരെ ക്യാപ്റ്റൻ അമേരിക്ക ഡയറക്റ്റ് ആയി കൊല്ലുന്നു, ഇൻക്ലൂഡിങ് റെഡ് സ്കൾ. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. അത് നമുക്ക് പിന്നീട് എന്നെങ്കിലും ഫ്രീ കിട്ടുവാണെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ബാക്ക് ടു ദ വീഡിയോ. പിന്നീട് ഹൈഡ്രയുടെ സുപ്രീം ലീഡറായി മാറുന്ന ക്യാപ്റ്റൻ അമേരിക്ക റെഡ് സ്കളിന്റെ ഭരണത്തിന് ശേഷം ക്യാപ്റ്റൻ അമേരിക്ക പുതിയൊരു ഹൈഡ്ര ടീം കൊണ്ടുവരികയും ഹൈഡ്രയ്ക്കുള്ളിലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ക്യാപ്റ്റൻ അമേരിക്ക ഹൈഡ്രയുടെ സുപ്രീം ലീഡർ ആണെന്നുള്ള കാര്യം അറിയൂ. അതായത് ഹൈഡ്ര മെമ്പേഴ്സിലെ 3/4 പേർക്കും ഇപ്പോഴും സുപ്രീം ലീഡർ ക്യാപ്റ്റൻ അമേരിക്കയാണെന്നുള്ള കാര്യം അറിയത്തില്ല. എന്നാൽ ഈ ഒരു കാര്യം മരിയാഹിൽ കണ്ടുപിടിക്കുകയും ക്യാപ്റ്റൻ അമേരിക്ക തന്നെയും അവഞ്ചേഴ്സിനെയും ഷീൽഡിനെയും എല്ലാം ചതുക്കുകയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും, പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക മരിയാഹിലിനെ കൊല്ലാനായി ഒരു കൂട്ടം ആൾക്കാരെ അയക്കുന്നു. മരിയാഹിൽ അവരെയെല്ലാം കൊന്ന് തന്ത്രപരമായ രീതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും തുടർന്ന് ഷീൽഡിൽ വിളിച്ച് ഒരിക്കലും ക്യാപ്റ്റൻ അമേരിക്ക എന്തെങ്കിലും ന്യൂക്ലിയർ കോഡോ മറ്റെന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുതെന്ന് വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരികയും അവിടെയുള്ള എല്ലാ ഷീൽഡ് മെമ്പേഴ്സിനോടായി പറയുകയും ചെയ്യുന്നു, മരിയാഹിൽ ഒരു റോഗ് ഏജന്റായി മാറിയിരിക്കുന്നു, ഇത്രയും കാലം മരിയാഹിൽ ഷീൽഡിനെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഷീൽഡിലുള്ള എല്ലാ മെമ്പേഴ്സിനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനൊരു ഷീൽഡിന്റെ മെമ്പർ ആയിരുന്നെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നതേ കേൾക്കത്തുള്ളൂ. മാത്രമല്ല എല്ലാ ന്യൂക്ലിയർ കോഡ്സും ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ ന്യൂക്ലിയർ കോഡ് എല്ലാം ലഭിച്ചെന്നാലും ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ആ കോസ്മിക് ക്യൂബാണ്. ഉടഞ്ഞുപോയ കോസ്മിക് ക്യൂബ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറി കിടക്കുകയാണ്. അത് കണ്ടുപിടിക്കാനായി ക്യാപ്റ്റൻ അമേരിക്ക ഒരു ചെറിയ ടീമിനെ തയ്യാറാക്കുകയും ഇതുവരെ കോസ്മിക് ക്യൂബ് കളക്ട് ചെയ്യാതിരുന്ന ഹൈഡ്ര മെമ്പേഴ്സിനെതിരെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൂടാതെ ഈ ഒരു സമയം ചിറ്റാരി ആർമി ഭൂമിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ള വിവരം ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ലഭിക്കുന്നു. ഇതുകൂടി മനസ്സിലാക്കുന്ന ക്യാപ്റ്റൻ അമേരിക്ക ഇതാണ് ഭൂമിയെ ഹൈഡ്രയ്ക്ക് കീഴിൽ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ സമയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക മനുഷ്യ ബോംബുകളെ കൊണ്ട് ഭൂമിയിലെ പല പ്രമുഖരായ നേതാക്കളെയും കൂടാതെ പല രാജ്യത്തിന്റെയും അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റത്തെയും നശിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് ക്യാപ്റ്റൻ അമേരിക്ക ഹൈഡ്ര മെമ്പേഴ്സിനെല്ലാമായി ഒരു ഉത്തരവ് നൽകുകയും ചെയ്യുന്നു, ധീരന്മാരെ യുദ്ധത്തിനുള്ള സമയമായിരിക്കുന്നു, വളരെ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, ഈ യുദ്ധത്തിനൊടുവിൽ ഹൈഡ്ര ഈ ലോകത്തെ ഭരിക്കും, ഹൈഡ്ര ഈ ലോകത്തെ കീഴടക്കാൻ പോകുന്നു, ഹെയിൽ ഹൈഡ്ര എന്ന് പറഞ്ഞു തീരുകയും ഉത്തേജനമേറ്റ എല്ലാ ഹൈഡ്ര മെമ്പേഴ്സും ആർപ്പ് വിളികളോടെ ഹെയിൽ ഹൈഡ്ര എന്ന് പറയുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ ഒരു പ്രീലോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രീലോഡിൽ സത്യത്തിൽ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പല കോമിക് സീരീസുകളിലായി പല ഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കണ്ടൻസ് ചെയ്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ ചിറ്റാരി ആർമി ഭൂമിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, മറു സൈഡിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഹൈഡ്ര ഭൂമിയെ ടേക്ക് ഓവർ ചെയ്യാൻ വരുന്നു. രണ്ടിനും ഇടയ്ക്കായി
അവഞ്ചേഴ്സ് കുടുങ്ങി നിൽക്കുന്നു. അവഞ്ചേഴ്സ് ഈ 2 പ്രതിസന്ധികളെ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സീക്രട്ട് എംപയർ കോമിക് സീരീസ് ഇഷ്യൂ 0-ൽ ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.